ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹിൽ ഖാതിം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അൽ ഹബീബുൽ ആദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രം സാക്ഷിയായ ഭൂമികകളെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പ്രാഥമികമായി നമ്മൾ വന്നെത്തിപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ഭൂമികയാണ് ഞാനിപ്പോൾ നിലകൊള്ളുന്ന ഈ സ്ഥലം. ഇതിൻ്റെ പേര് വാദി നഅമാൻ എന്നാണ്. വാദി നഅമാൻ ഇത് ഏകദേശം കിലോമീറ്ററുകളോളം, പതിക്കണക്കിന് കിലോമീറ്ററുകളോളം ഈ മലയടിവാരം മുതൽ ഏകദേശം അറഫ വരെ നീണ്ടു കിടപ്പുണ്ട്. എന്താ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലിഹിസ്വലാത്തു വസ്സലാമിനെയും ഉമ്മുന ഹവ്വ അലിഹസ്സലാമിനെയും അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട സഫിയുല്ലാഹി സയ്യിദുന ആദം അലിഹിസ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്നും ആദ്യം മഹാനവർകളെ മക്കളെയും 40ഓളം വരുന്ന മക്കളെയും അവരിൽ നിന്നും അവരെ മുതുകുകളിൽ നിന്നും അവരെ മക്കൾ അങ്ങനെ ലോകത്തുള്ള സകല മനുഷ്യരെയും ഉറുമ്പിൻ്റെ രൂപേണ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വാദിയിൽ ഫുള്ളും അണിനിരത്തിയതാണ്. മൊത്തം ഈ വാദി ഏകദേശം അറഫ വരെ നീണ്ടു കിടക്കുന്ന പതിക്കണക്കിന് ഒരുപാട് കിലോമീറ്ററുകൾ നീളമുള്ള ഈ വാദിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരത്തിയതിന് ശേഷം ഇവിടെ വെച്ചാണ് പ്രസിദ്ധമായ ആ ചോദ്യം, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന ആ ചോദ്യം സകല മനുഷ്യരെ മുന്നിൽ വെച്ച് അള്ളാഹു തആല ചോദിച്ചപ്പോൾ എല്ലാ മനുഷ്യരും ഒരു സമയത്ത് ഇങ്ങനെ നിന്നു എന്നാണ്. എന്ത് മറുപടി പറയണം? ആ സമയത്ത് സയ്യിദുൽ വുജൂദ് ആലമുശ് ശുഹൂദ് ഹബീബുൽ ആദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യമായിട്ട് ബലാ, അതേ റബ്ബേ, അവിടുന്ന് തന്നെയാണ് ഞങ്ങളെ രക്ഷിതാവ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. അതോടുകൂടി സകല മനുഷ്യരും ബലാ എന്ന് അവരും പറഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആനിൽ അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ എന്ന് പറഞ്ഞ ആ ആയത്ത്, അതായത് അതിൻ്റെ സാരം, അള്ളാഹു തആല എല്ലാവരോടും ഞാൻ നിങ്ങളെ രക്ഷിതാവല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അതേ റബ്ബേ നീ ഞങ്ങളെ രക്ഷിതാവാണ് എന്ന് അള്ളാഹു തആലയോട് സകല മാനവ കുലത്തെയും കൊണ്ട് അള്ളാഹു തആല സമ്മതിപ്പിച്ചതിന് ശേഷം, അതിന് സാക്ഷിയായതിനു ശേഷം റബ്ബ് പറഞ്ഞത്, നാളെ ഖിയാമത്ത് നാളിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഞാൻ നിങ്ങളെ രക്ഷിതാവാണ് എന്നതിനെ സംബന്ധിച്ച്, ഇവിടെ നടന്ന ഇതിനെ സംബന്ധിച്ച് നാളെ നിങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു പക്ഷേ ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉന മിൻ ഖബ്ലു വകുന്നാ ദുർരിയതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അതായത്, അല്ലെങ്കിൽ നാളെ നിങ്ങൾ പറയും, റബ്ബേ ഞങ്ങളെ പിതാക്കളാണ് നിന്നെ മറ്റ് ദൈവങ്ങളെ പങ്കുചേർത്തത്, നീയുമായി മറ്റ് ദൈവങ്ങളെ പങ്കുചേർത്തത് മറ്റ് ഞങ്ങളെ പിതാക്കന്മാരാണ്, ഞങ്ങൾ അവരെ മക്കൾ മാത്രമാണ്, അവരെ കണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത്, അവർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ നീ നശിപ്പിക്കുകയാണോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. ഔ കമാ ഖാല അല്ലാഹു തബാറക വ തആല. അങ്ങനെ ഒന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ആദ്യം ഇങ്ങനെ ചെയ്തത്. എന്നിട്ടോ ഇതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ നബിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ചിട്ടുണ്ടെന്നാണ്. അവർ ഓർമ്മിപ്പിക്കും, ഇങ്ങനെ അല്ലാഹു തആലയാണ് നമ്മുടെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആ ഒരു മഹാസത്യം അവർ ഓർമ്മിപ്പിച്ചു തരും. എന്നിട്ടും നമ്മൾ അവരെ പിന്തുടർന്നിട്ടില്ല എങ്കിൽ അതിന് കഠോരമായ ശിക്ഷയ്ക്ക് നമ്മൾ പാത്രീഭൂതരാവുകയും ചെയ്യും. അപ്പോൾ ലോകത്തുള്ള സകല ജനങ്ങളെയും ഉറുമ്പിൻ്റെ രൂപേണ അല്ലാഹു തആല നിലനിർത്തിയ മഹത്തായ വാദിയാണിത്. വാദി നഅമാൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേർന്നാൽ ത്വായിഫിലേക്കുള്ള വഴിയിലാണ് ഇത് കാണുക. അറഫയെല്ലാം കഴിഞ്ഞ് ത്വായിഫിലേക്കുള്ള വഴികൾ വന്ന് സന്ദർശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ പരിശുദ്ധ അന്ന് ഇവിടെ വെച്ച് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുതുകിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നിട്ട് അള്ളാഹു തആലാൻ്റെ റുബൂബിയത്തിനെയും ഉലൂഹിയത്തിനെയും അംഗീകരിച്ചതുപോലെ മരിക്കും വരെ പരിശുദ്ധ കലിമത്തു ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്തിൻ്റെ അഹലുകാരായി ജീവിക്കാനും ആ ഒരു കലിമത്തിൻ്റെ കീഴിലായി അള്ളാഹു തആലയ്ക്ക് സേവനം ചെയ്യാനും ഖിദ്മത്ത് ചെയ്യാനും റബ്ബിനെ നന്ദി ചെയ്യുന്ന നല്ല അടിമകളായി തീരാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് പരിപൂർണ്ണ മുഅ്മിനീങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.